ആർ സി ബിയുടെ ഇതിനെ കളീനെ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും നോക്കിക്കണ്ട്? അന്ന് ഞാൻ പറഞ്ഞത് ദുഃഖിക്കുന്നു. അത് ഓർത്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പഠിക്കലിന് വരെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഊക്ക് കിട്ടിയ ഒരു സമയമുണ്ട്. വന്യായ പ്ലാനിങ് ഉണ്ടാകുന്ന ദിനേശ് കാർത്തികനെ കോച്ചിങ് സ്റ്റാഫിലോട്ട് എടുത്താൽ അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മൂവായിട്ട് തോന്നി. കാരണം ആർസിബിയിൽ മിഡിൽ ഓർഡർ തന്നെയാണ് ഫുള്ളി സ്ട്രോങ്. ധോണിയല്ല അടുത്തൊരു മെഗാ ഓപ്ഷൻ വരണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അടുത്ത കൊല്ലം മെഗാ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മിക്കവാറും അല്ല ബെഞ്ച് സ്ട്രെങ്ത് പോലും ആരുമില്ല. അഞ്ച് കപ്പിന് വില ഇല്ലാതെ പറയണം. ഞങ്ങള് ചെറിയ ടീമുകളിൽ കളിച്ചിട്ടാണ് കപ്പ് എടുത്തേക്കണെന്ന് പറയുന്നത്. പൊള്ളാർഡിന്റെ ഒരു കൃത്യം റീപ്ലേസ്മെന്റ് അവിടെ വന്നിട്ടില്ല. വിരമിച്ച് എത്ര കാലായി ഇനി പൊള്ളാർഡ് റീപ്ലേസ്മെന്റ് ഇല്ലാന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങള്. ഇനിയിപ്പോ അതല്ല അതെന്ത് പറയാ. പിന്നീട് ചെന്നൈയുടെ കളിയായിരുന്നു. ചെന്നൈയുടെ കളി വന്നപ്പോ ചെന്നൈ 125 ചെന്നൈയുടെ ഇന്നിങ്സ് കഴിഞ്ഞു. ഇപ്പത്തെ കണ്ടീഷൻ വെച്ച് നിങ്ങൾ ടോപ്പ് 4 കയറുന്ന ടീമുകളിനി അതൊന്ന് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യുക. നമ്മളൊരു 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പൊ വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോഡ്കാസ്റ്റ് എന്തേ എന്നുള്ളത്. നമ്മള് കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. ആരാടാ ചോദിച്ചത്? ആരും ചോദിച്ചിട്ടില്ല. 4-5 പേര് ചോദിച്ചിട്ടുണ്ട്. അധികം പേര് ചോദിച്ചിട്ടില്ല. എന്തായാലും ചെയ്യാൻ മാത്രമുള്ള ആൾക്കാർ ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. 2 തുല്യ ദുഃഖിതരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു കളിയിൽ ജയിച്ചുള്ള നല്ല ദുഃഖിതരാണ്. 2 കളി തോറ്റ് മോശം അവസ്ഥയാണ്. അപ്പോ എന്താ പറയാ, ആരോട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് പ്രിവ്യൂല് പൊട്ടൂന്നല്ല, പ്ലേ ഓഫിൽ കയറില്ല, പക്ഷെ കഴിഞ്ഞാലായിട്ടും ബെറ്റർ ആവുന്നു. പക്ഷെ അങ്ങനെയല്ലേ ഉണ്ടായിരിക്കുന്നത്, അല്ലല്ലോ? തിരിച്ചല്ലേ? അല്ല, കഴിഞ്ഞ തവണ 10ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ ഇത്തവണ 9ാം സ്ഥാനത്തായാലും ബെറ്റർ ആണല്ലോ. ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ക്രിസ്റ്റോന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ക്രിസ്റ്റോ എന്തായാലും കപ്പ് എടുക്കുന്ന ടീമാണ്. ആരോടും അങ്ങനെ തന്നെ പറഞ്ഞു മുംബൈ ബെസ്റ്റ് ടീമാണ്. അപ്പൊ മുംബൈയിൽ നിന്ന് തുടങ്ങാം. മുംബൈക്ക് എന്താണ് കുഴപ്പമുണ്ടായി? മുംബൈക്ക് കൃത്യമായിട്ട് കുഴപ്പമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്ലേയിങ് 11 നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഏകദേശം ഫുള്ളി ഓക്കെ തന്നെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും അന്താരാഷ്ട്ര തലത്തിലാണെങ്കിൽ എല്ലാ ക്രിക്കറ്റ് മേഖലയിൽ അവർ നന്നായി കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. ഇപ്പോൾ വിൽ ജാക്സ് ആയാലും സാറ്റ്നാർ ആയാലും പിന്നെ ഇന്ത്യൻ ടീമിലത്തെ 4 പേര് തന്നെ നിലവിൽ മുംബൈയിൽ കളിക്കണമുണ്ട്. അപ്പോൾ ഒരു കോർ ടീം തന്നെ എല്ലാവർക്കും നമ്മുടെ ടീമിലുണ്ട്. പക്ഷെ അവിടെ ലാക്കായിട്ട് വന്നത് ലാക്കായി വന്നത് പൊള്ളാർഡിന്റെ ഒരു കൃത്യം റീപ്ലേസ്മെന്റ് അവിടെ വന്നിട്ടില്ല. ഇനിയിപ്പോ അതല്ല അതെന്ത് പറയാ. കഴിഞ്ഞ വട്ടം നിങ്ങൾ സെമി കയറിയ ടീമല്ലേ, എന്നിട്ടാണ് പൊള്ളാട് വിരമിച്ച് എത്ര കാലായി? പൊള്ളാടില്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാ. അതെത്ര 5 കൊല്ലം മുമ്പ് വിരമിച്ചതല്ലേ? അതാണ് പറയണത്. വേറെ എന്താ പറയാ, കളിക്കണില്ല എന്ന് പറയാ പ്ലേയേഴ്സ്. പിന്നെ ബോളേഴ്സും പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ബൂംറയ്ക്ക് വരെ അടി കിട്ടാൻ തുടങ്ങി. അത് എന്താ പറയാ, ഗ്രൗണ്ടിന്റെ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കാം. അത് പിന്നെ ഒരു ദിവസത്തെ മിറാക്കിളാണ്. അതിലൊന്നും ഞാൻ വിശ്വസിക്കണില്ല. 3 കളിയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് വെച്ചിട്ടൊന്നും പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എസ്പെഷ്യലി മുംബൈയുടെ കേസിൽ മുംബൈ ആദ്യത്തെ കുറച്ച് കളികൾ തോറ്റിട്ട് പിന്നീടുള്ള സെക്കൻഡ് ഹാഫിലാണ് മുംബൈയുടെ ഒരു തിരിച്ചുവരൊക്കെ സത്യം പറഞ്ഞാൽ കാണാം. IPL ഹിസ്റ്ററിയിൽ തന്നെ മുംബൈ അങ്ങനെയാണ് കളിച്ചേക്കുന്നത്. ഇതിപ്പോ വിൽ ജാക്സ് ഇല്ല ടീമിനൊപ്പം. പിന്നെ ടീം കോമ്പിനേഷൻ 3 കളിയിൽ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻസിലാണ് മുംബൈ ഇറങ്ങിയത്. അപ്പോൾ ഒരു 4-5 കളി കഴിയുമ്പോൾ അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യും. അതിന് പിന്നെയുള്ളവർ ജയിച്ചു നോക്കണം. മുംബൈയിൽ എനിക്ക് ഇപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല അവരെ ജയിക്കും. അവർ തോറ്റ് നമ്മുടെ കൂടെ വരത്തില്ല, ജയിക്കും തന്നെ എനിക്ക് തോന്നുന്നു. ചെന്നൈയിലാണ് വിശ്വാസം ഇല്ലാത്തത്. ചെന്നൈയിൽ എനിക്ക് വിശ്വാസം ഇല്ല, അത് സ്വാഭാവികമാണല്ലോ. ചെന്നൈയെ സംബന്ധിച്ച് ചെന്നൈയുടെ ഇപ്പം എല്ലാവരും പറഞ്ഞു എലീസ് ഇല്ല, അതുകൊണ്ട് തന്നെ ബോളിങ് ഭയങ്കര വീക്കാണെന്ന്. ഇപ്പം ഈ ടീമിൽ ഇപ്പോൾ എലീസ് ഉണ്ടെങ്കിലും വലിയ മാറ്റമൊന്നും വരുന്ന തോന്നില്ല. കാരണം എലീസ് ഡെത്ത് ഓവറിലാണ് എലീസ് കൂടുതൽ എറിയാറ്, ഒരിക്കലും പവർ പ്ലേയിലല്ല. പവർ പ്ലേയിൽ പോലും ഹെൻറിയാണ് പവർ പ്ലേ ഹോൾഡർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെൻറിക്ക് വിചാരിച്ച പോലെയല്ല, ഹെൻറി നല്ല അടി കിട്ടുന്നുണ്ട്. 100 ഒരുപാട് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ ലൈന് ലെങ്ത്തൊക്കെ മോശമാണ്. 100 നല്ല അടി കിട്ടുന്നുണ്ട്. അതിൽ അടുത്ത കളിയോട് അക്കീൽ ഹുസൈൻ ആയിരിക്കും വരിക. അപ്പോൾ ബോളേഴ്സ് ഒട്ടും എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ സഞ്ജു ഒക്കെ ഇപ്പോൾ 1-2 കളി കഴിഞ്ഞപ്പോൾ സഞ്ജുവും ഋതുവും ഒക്കെ ഫോമായി കഴിഞ്ഞാലും RCBയുടെ അവസ്ഥയാണ്. ഈ ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ട് അവിടെ എത്തൂല. പണ്ടത്തെ RCBയുടെ അവസ്ഥയാണ്. ബാറ്റ്സ്മാൻമാർ എത്ര ഫോമായാലും ബോളിംഗ് ലൈനപ്പ് മോശമാണെങ്കിൽ അവിടെ എത്തൂലല്ലോ ടീം. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഹോപ്പും വെക്കാത്തത്. ഇപ്പം ബ്രിവീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ആര് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ബോളിംഗ് ലൈനപ്പ് ഇതാണ്. ഇതിലാരും വരാനില്ല. ഇനിയിപ്പോൾ സ്പെൻസർ ജോൺസണൊക്കെയാണ് വരാനുള്ളൂ, അതും കണക്കാണ്. അപ്പോൾ മുംബൈയുടെ കേസിൽ പക്ഷേ അങ്ങനെയല്ല. മുംബൈ ഒരു പെർമനന്റ് ആയിട്ട് ഒരു സ്ക്വാഡ് കിട്ടുമ്പോൾ വിൽ ജാക്സ് വരുമ്പോൾ അവർക്കൊരു അഡീഷണൽ സ്പിൻ ഓപ്ഷൻ ഉണ്ടാവുന്നു. വിൽ ജാക്സും സാന്നറും സ്പിന്നർ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു അഡീഷണൽ സ്പിന്നർ വേണമെങ്കിൽ അവർക്ക് വീണ്ടും ഇമ്പാക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ബാറ്റിംഗ് കോമ്പിനേഷൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആകും വിൽ ജാക്സ് കൂടി വരുമ്പോൾ. ഇപ്പോൾ റുദർഫോർഡോ വിൽ ജാക്സോ അങ്ങനെ ആരെങ്കിലും ഒരാൾ അവർക്ക് പെർമനന്റ് ആയിട്ട് ഒരു സ്ക്വാഡിലുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത്തും കൂടും ടീമിന്.
അതെ ഫാമിലിയോടൊപ്പം ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ ടീമിന്റെ കാര്യത്തിൽ ഞാൻ തിരിച്ചുതരാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, RCBയുടെ ഇതിനെ കളീനെ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും നോക്കി കാണുന്നത്? അന്ന് ഞാൻ പറഞ്ഞത് ദുഃഖിക്കുന്നു. അത് ഓർത്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പഠിക്കലിന് വരെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഊക്ക് കിട്ടിയ ഒരു സമയമുണ്ട്. പഠിക്കലൊക്കെ അൺഎക്സ്പെക്ടഡ് ആട്ടോ. ഞാൻ LSGയിലൊക്കെ പഠിക്കൽ കളിക്കണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഇനിയിപ്പോൾ IPL പുള്ളി തിരിച്ചു വരവൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇതൊരുമാതിരി റിഡംഷൻ പോലെയാണ് പഠിക്കൽ. RCB കപ്പ് അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കപ്പടിക്കാനുള്ള ടീമുണ്ട്. ടീമുണ്ട്. അടിക്കില്ല നമുക്ക് തന്നെ പൂർണ്ണമായിട്ട് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. പ്ലേ ഓഫ് ഒക്കെ പ്രൊഡിക്ട് ചെയ്യുന്ന പോലെ കപ്പടിക്കുമെന്ന് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ RCBക്ക് എതിരെ നിൽക്കാൻ പറ്റിയ ഒരു ടീം ഏതാന്ന് പറഞ്ഞ വൺ ടീം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, RCB, മുംബൈ, അതുപോലെ പഞ്ചാബ്. അല്ല, ഇപ്പൊ മുംബൈയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പറയാനായിട്ടില്ല എന്ന് പറയാം. പക്ഷെ എന്നാൽ ഇപ്പൊ ഉള്ളത് RCBക്ക് ഒരു എതിരാളി ഉണ്ടെങ്കിൽ ഇപ്പൊ RR എന്ന പേര് പോലും സഞ്ജു പോയപ്പോ എല്ലാരും എഴുതി തള്ളിയ ടീമാണ്. ഒരുപാട് ഫാൻസ് അവിടുന്ന് RRന്ന് ചെന്നൈക്ക് എത്തി. പക്ഷെ ഇപ്പൊ അവരൊക്കെ കണ്ണ് തള്ളി നിക്കാണ്. RR ഒരു ബെസ്റ്റ് ടീമായിട്ട് നിക്കുന്നുണ്ട്. ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. നമ്മൾ പ്രൊഡിക്ട് ചെയ്യാത്ത ഒരു ടീം തന്നെയാണ് 4ൽ നിൽക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. RRന്റെ കേസ്, RRന്റെ ഇപ്പോഴും അവരുടെ ടോപ്പ് ഓർഡർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ലോവർ ഓർഡർ കാര്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല സോഫാർ. അപ്പോൾ ടോപ്പ് ഓർഡർ പെട്ടെന്ന് താഴ്ന്നു. ഇപ്പോൾ സൂര്യവംശി പെട്ടെന്ന് ഔട്ടാവുന്നു, ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടാവുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ടീം എന്ത് ചെയ്യും, അവരെ ബാറ്റിംഗ് ഓർഡർ എന്ത് ചെയ്യും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ബോളിംഗ് ഒരു ആർച്ചർ നല്ല ഫോമിലാണ്, ബർഗർ, അതുപോലെ സന്ദീപ് ശർമ്മയുണ്ട്, സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കുഴപ്പമില്ല. പക്ഷെ ടോപ്പ് ഓർഡർ ഒരു കളി പരാജയപ്പെട്ടിട്ട് അവരുടെ ലോവർ മിഡിൽ ഓർഡറൊക്കെ എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗുജറാത്ത് കഴിഞ്ഞ ദിവസം കണ്ടു, ടോപ്പ് 3 നന്നായി കളിച്ച് പോയി, ബട്ട്ലർ പോയി, സെമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് അവർ. അപ്പോൾ ഒരു കളി അവരുടെ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നനുസരിച്ചിരിക്കും അവരുടെ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാനുള്ളത്. അവസ്ഥയല്ല RCBയിൽ മിഡിൽ ഓർഡർ തന്നെയാണ് ഫുള്ളി സ്ട്രോങ്. അവിടെ ഒരു ഇപ്പം അടുത്ത് നമ്മൾ ചെന്നൈയുടെ കളി തന്നെ കണ്ടപ്പോൾ 10 ഓവറിൽ 80 റൺ എത്ര ആയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതുപോലെ 14 ഓവർ ആകുമ്പോൾ അവർ 120. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പടിദാറും പഠിക്കലും വന്നപ്പോൾ അത് വേറെ ഷിഫ്റ്റിംഗ് ആയി. അത് കഴിഞ്ഞിട്ട് ടിം ഡേവിഡ് വന്നപ്പോൾ വേറെ ഷിഫ്റ്റിംഗ് ആയി. 18 ഓവറിൽ 200-ഉം 20 ഓവറിൽ 250-ഉം. അത് ആ ഷിഫ്റ്റിംഗ് കൃത്യമായിട്ട് അവർ മാച്ചിങ് ചെയ്തു. അത് കൃത്യമായിട്ട് ആ മിഡിൽ ഓർഡറിൽ ഇനിയും വരാണ്ടായിരുന്നു. അവിടെ ഷെഫേർഡ് വരാണ്ടായിരുന്നു, കൃണാൽ പാണ്ഡ്യ വരാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ മിഡിൽ ഓർഡർ തന്നെ സ്ട്രോങ് ആയപ്പോൾ അവർക്ക് ഫുള്ളി കോൺഫിഡൻസ് ആയി. ബോളിങ്ങിലാണെങ്കിലും ഒരു പ്രശ്നമില്ല, കാരണം ഡഫീനും മേടിച്ചു. പിന്നെ ഇനി റീപ്ലേസ്മെന്റ് ഇനി ഹേസൽവുഡ് വരാണ്ട്. പിന്നെ ബോളിങ്ങിലാണെങ്കിൽ അവരെല്ലാതും സോർട്ടഡ് ഔട്ടാണ്. സ്പിന്നേഴ്സ് ആണെങ്കിലും പേസേഴ്സ് ആണെങ്കിലും അവർക്കൊരു നെഗറ്റീവ് പറയാണ്ടാകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കൽ ഫോം ആവോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു. ബട്ട് അതും ഫോമായി. ഇപ്പോൾ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ പോലും വെങ്കടേഷ് അയ്യർ, പിന്നെ പോരാതെ തന്നെ ബത്തലൊക്കെ പ്രൂവൺ പ്ലെയറാണ്. അവർ പോലും അവിടെ ഇരിക്കുകയാണ്. ആ അവസ്ഥയല്ല ചെന്നൈക്ക്. പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാർ വേണ്ട, അവർ മേടിച്ച ആൾക്കാരെ പോലും ഇപ്പോൾ അവർക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ട്രോൾ കണ്ടാണ്, ആ RCBയുടെ മിഡിൽ ഓർഡറിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചെന്നൈക്ക് ആ 2 പേരുടെ പേരെ മേടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു 2 പ്ലെയേഴ്സിൻ്റെ പൈസ മിഡിൽ ഓർഡർ ആയിട്ടുള്ള RCBയുടെ ഭദ്രമാണ്. അപ്പൊ എന്താണ് അത് മാറ്റിയ ചെന്നൈയുടെ ഫോം റെഡി ആവോ? ഇനിയിപ്പോ എന്താണ് ഒരു മാറ്റം? ധോണി വന്നാ മതിയാ? ധോണിയുടെ വില അറിഞ്ഞു നീ? ധോണിനെ പുച്ഛിച്ചില്ല കുറെ കാലം വീമ്പിക്കാണ്. ധോണിയല്ല, അടുത്തൊരു മെഗാ ഓപ്ഷൻ വരണമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അടുത്ത കൊല്ലം മെഗാ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മിക്കവാറും ഇക്കൊല്ലം നീ കൈവിട്ട് കഴിഞ്ഞു ചെന്നൈ ഫാൻസ്. അല്ല, ബെഞ്ച് സ്ട്രെങ്ത് പോലും ആരുമില്ല. അല്ല, ഞാൻ ടീം വിളിച്ചത് ചെന്നൈ ഇതിലും അല്ല, ഇപ്പൊ ഇതിന് ശോകം ബോളിംഗ് ലൈനപ്പൊക്കെ ആയിട്ട് ചെന്നൈ കപ്പടിച്ചിട്ടുണ്ടെന്ന് പറയും. 2018, 2021 അങ്ങനെ വലിയ പറയത്തക്ക ബോളേഴ്സ് ഒന്നും ഇല്ല. സ്റ്റിൽ ചെന്നൈ കപ്പടിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അന്ന് ഇത്രത്തോളം ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റുകളില്ല. അതായത് ഇത്രത്തോളം ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ് ആകുമ്പോൾ ചെന്നൈയുടെ ബോളർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഭയങ്കര അത്രയും ടാലന്റായിട്ടുള്ള ബോളേഴ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബുംറയ്ക്ക് പോലും അടിയിട്ട്. അപ്പോൾ അന്ന് ഇത്രത്തോളം ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റുകളല്ല. ഇപ്പോൾ ചെന്നൈ ഇപ്പോൾ ചെപ്പോക്ക് പോലും ഇപ്പോൾ ബാറ്റിംഗ് വിക്കറ്റാണ്, ഇപ്പോൾ സ്പിൻ ട്രാക്കാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്നൈക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു ആവറേജ് ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ടും കയറി പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്ക് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ബോളേഴ്സ് തന്നെ വേണം എന്നുള്ളതാണ് എല്ലാ ടീമിലും. അല്ലെങ്കിൽ ആ ടീമിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒപ്പോണന്റ് ടീംസും ഇത്രത്തോളം സ്ട്രോങ് അല്ല എന്നുള്ളതാണ്.
ഇന്ന് 5 കപ്പിന് വില ഇല്ലാതെ പറയണത്. അന്ന് ഞങ്ങള് ചെറിയ ടീമുകളിൽ കളിച്ചിട്ടാണ് കപ്പ് എടുത്തേക്കണെന്ന് പറയുന്നത്. എല്ലാ ടീമും അങ്ങനെയല്ല. നമ്മുടെ ടീം അന്ന് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മള് ഭയങ്കര ഇപ്പൊ ഇന്നത്തെ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ന് നമുക്കൊരു 8 ബാറ്റ്സ്മാൻമാരുണ്ട്. 8 ബാറ്റ്സ്മാൻമാർ സ്ട്രോങ് ആണ്. പക്ഷെ അന്ന് അത്രയൊന്നും ഇല്ല. അന്ന് ഇതുപോലെ 8 ബാറ്റ്സ്മാൻമാർ 8 ടോപ്പ് ബാറ്റ്സ്മാൻമാരൊന്നും ഇല്ലല്ലോ ഒരു ടീമിലും. അതാണ്. അപ്പൊ ഇന്ന് ഒരുപാട് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ടീമിലുണ്ട്. ഒരുപാട് ഡൊമസ്റ്റിക്കിലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് ഒരുപാട് ടീമിലുണ്ട്. അതുപോലെ ഇപ്പോൾ റയർ ആയിട്ടാണ് അങ്ങനെ അല്ലാതെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഡൽഹിയുടെ കളി കണ്ടപ്പോൾ നിതീഷ് റാണയെ ശ്രദ്ധിച്ചു. നിതീഷ് റാണ ഇപ്പോഴും IPL ഒരു ടീമിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത പ്ലെയറാണ്. തീരെ കൺസിസ്റ്റന്റ് അല്ല അദ്ദേഹം. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണെന്നൊരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. തീരെ കൺസിസ്റ്റന്റ് അല്ല. അഭിഷേക് പോറലിനെ പോലത്തെ ഒരു പ്ലെയർ പുറത്തിരിക്കുകയാണ് ഡൽഹിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നിതീഷ് റാണ സ്ക്വാഡിൽ വരുന്നുണ്ട്. അപ്പോൾ വേറെ ടീമുകളിലൊന്നും ഇപ്പം അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ വർഷം ത്രിപാഠി അല്ലെങ്കിൽ ഹൂഡ അങ്ങനത്തെ പ്ലേയേഴ്സ് ഒന്നും ഇനി കളിക്കില്ല ഒരു ടീമിലും. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. വെങ്കടേഷ് അയ്യരെ പോലത്തെ ഒരു പ്ലെയർ പുറത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ എത്രയോ പ്ലേയേഴ്സ് പുറത്തിരിക്കുന്നുണ്ട്. അപ്പം എല്ലാ ടീമിലും നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ പഞ്ചാബ് ഉണ്ടല്ലോ 6 അൺകാപ്ഡ് പ്ലേയേഴ്സിനെ വെച്ച് കളിച്ചു. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇന്ത്യൻ പ്ലേയേഴ്സിനില്ല, ഫോറിൻ പ്ലേയേഴ്സിനെ തന്നെയായിരുന്നു കൂടുതലും ടീമിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ. കുറച്ച് 1-2 സ്റ്റാർ ഇന്ത്യൻ പ്ലേയേഴ്സ് കഴിഞ്ഞു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സും അതുപോലെ തന്നെ നല്ല ഫോറിൻ പ്ലേയേഴ്സും ആയിട്ട് എല്ലാ ടീമും കട്ടയാണ്. അതിൽ തന്നെ കുറച്ചൊന്ന് കുറവുള്ള ടീമൊക്കെയാണ് ഈ 10ാം സ്ഥാനത്തൊക്കെ അല്ലെങ്കിൽ 9ാം സ്ഥാനത്തൊക്കെ വരുന്നത്. ഇനിയിപ്പോ ഇതുവരെ കഴിഞ്ഞ IPL മാച്ചുകളിൽ എങ്ങനെയാണ് നിങ്ങളുടെ മൊത്തത്തിൽ വിലയിരുത്തൽ? ഇപ്പൊ ഒരു പൊതുവെ അഭിപ്രായം വന്നിട്ട് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ആ ട്രോളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ മാച്ച് ഭയങ്കര ബോറിംഗ് ആണ്? അത് ഇമ്പാക്ട് പ്ലെയറിന്റെ ഒരു കേസ് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒന്ന് ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ പണ്ടൊക്കെ ഒരു വിചാരം ഉണ്ടാകുന്നത് ഒരു 200 അടിച്ചു, ഒരു ടോപ്പ് സ്കോറായി, ഇനി ഒന്നും പേടിക്കാനില്ല. പക്ഷെ ആ 200 എത്തിയാലും അതൊരു രക്ഷയില്ല എന്നുള്ളൊരു. ഇപ്പോൾ മുംബൈയുടെ കളിയാണെങ്കിൽ മുംബൈ ആദ്യം 216 നന്നായിട്ട് എന്ന് വെച്ചാൽ ചേസ് ചെയ്തിട്ടുള്ള മെയിൻ സ്കോർ. അത് മാറിപ്പോൾ 220 അത് ആ കൺസെപ്റ്റേ മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റേഴ്സ് ഇനിയും നീളത്തോടെ ഉണ്ട്. പിന്നെ അതുപോലെ ബോളേഴ്സും നമുക്ക് വേണമെങ്കിൽ വരുത്താം. ഓൾറൗണ്ടേഴ്സിന്റെ പ്രാധാന്യം കുറഞ്ഞു. പിന്നെ ഫുള്ളി ഒരു ബോളിംഗ് ആയിട്ടുള്ള ഒരു കളിയായിട്ട് ഇപ്പൊ IPL കാണാൻ പറ്റുന്നില്ല. എത്ര കാലം നിങ്ങൾ ബോളിംഗിന് ഒരു ഇമ്പോർട്ടന്റ് ഇല്ലാതെ കുറഞ്ഞു എന്ന് പറഞ്ഞ പരാതി പറയണ്ടാണ്. അപ്പോ ഈ സീസണിൽ വന്നപ്പോ പെട്ടെന്ന് ബോളിംഗ് ആയിട്ട് എനിക്ക് ആകെ രാജസ്ഥാന്റെ മാത്രമാണ് ആ കളി അന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒന്നും കണ്ടില്ല. ആദ്യത്തെ 2 മത്സരങ്ങളിലും ഇങ്ങനെ എനിക്ക് തോന്നുന്നു 220ഉം 210ഉം ഒക്കെ 2-3 മത്സരങ്ങൾ കൺസ്യൂട്ടീവ് ആയിട്ട് ചേസ് ചെയ്ത് ടീമുകൾ ജയിച്ചു. പിന്നീട് ചെന്നൈയുടെ കളിയായിരുന്നു. ചെന്നൈയുടെ കളി വന്നപ്പോൾ ചെന്നൈ 125-ന് ചെന്നൈയുടെ ഇന്നിങ്സ് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് അന്ന് രാജസ്ഥാൻ കളി ജയിച്ചത്. അപ്പോൾ എല്ലാ പിച്ചുകളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില പിച്ചുകൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ വരുന്നോണ്ടാന്ന് തോന്നുന്നു ക്യൂറേറ്റേഴ്സ്. സൺറൈസേഴ്സിന്റെ കളി വന്നപ്പോ അവര് 3-4-40 തീരേണ്ടതാണ് മൊത്തത്തില്. അപ്പോൾ ചില ലോ സ്കോറിംഗ് ഗെയിംസും ബോളേഴ്സിന് ഇമ്പോർട്ടൻസ് ഗെയിംസ് ഇടയ്ക്ക് വരുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ്ലി അങ്ങനെ. ഇപ്പൊ മുംബൈയുടെ കളി മുംബൈ 160 റൺസാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ മെയിൻലി ആ ബാറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് കളി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇമ്പാക്ട് പ്ലെയർ റൂളിനെതിരെ ഇപ്പൊ കുറെ പ്ലേയേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അടുത്ത കൊല്ലമൊക്കെ ചിലപ്പോൾ എടുത്ത് മാറ്റാനുള്ള ചാൻസും ഉണ്ട്. ഓൾറൗണ്ടേഴ്സിന്റെ പ്രാധാന്യം 2027 വരെയാണ് അത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പിന്നെ മെയിൻലി ഓൾറൗണ്ടേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വേണ്ട എന്നുള്ളൊരു കേസാണ് ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ വന്നപ്പോൾ. കാരണം ഒരു മെയിൻ ബോളറിനെ കൊണ്ടുവരികയും ചെയ്യാം, മെയിൻ ബാറ്ററിയും കൊണ്ടുവരികയും ചെയ്യാം. ഓൾറൗണ്ടേഴ്സിന് അവിടെ പ്രാധാന്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് നമുക്കെല്ലാം നല്ല ഓൾറൗണ്ടേഴ്സ് ഇപ്പോഴും ഹാർദിക് പാണ്ഡ്യ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇനിയിപ്പോ നമ്മുടെ കൊൽക്കത്ത പഞ്ചാബ് അവരെ ടീമുകളെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് സിമ്പിൾ ആയിട്ട് അവരുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? പഞ്ചാബ് ഇപ്പോഴും സ്ട്രോങ് തന്നെയാണ്. കൊൽക്കത്ത ഇപ്പൊ അവർക്ക് 1 പോയിന്റ് കിട്ടിയെന്ന് തോന്നുന്നു അവർക്ക് പഞ്ചാബിലുള്ള മഴ കാരണം. അപ്പൊ ആ കളി നടന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കൊൽക്കത്ത ആ കളിയും തോക്കാനായിരുന്നു സാധ്യത കൂടുതൽ. കൊൽക്കത്ത നമ്മൾ ആദ്യം പറഞ്ഞില്ല, കൊൽക്കത്ത ഭയങ്കര ശോകാവസ്ഥയാണ്. എസ്പെഷ്യലി ഹർഷിദ് റാണ ഇല്ല, അതുപോലെ പതിരാന ടീമിന്റെ ഒപ്പം വന്നിട്ടില്ല, മുസ്തഫിസർ ഇല്ല. മിസ്റ്ററി സോൾവ് ആയി. പിന്നെ ഏറ്റവും ഇത് വരുൺ ചക്രവർത്തിനെ ബാറ്റ്സ്മാൻമാര് റീഡ് ചെയ്യാൻ തുടങ്ങി. വളരെ ഈസി ആയിട്ട് വരുൺ ചക്രവർത്തിനെ കളിക്കുന്നു. വരുൺ ചക്രവർത്തിക്ക് 4 ഓവർ കോട്ട കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് വേൾഡിൽ നമ്പർ 1 ബോളറാണ്, T20 നമ്പർ 1 ബോളറായിട്ട് വരുൺ ചക്രവർത്തിക്ക് 4 ഓവർ കംപ്ലീറ്റ്ലി എറിയിക്കാതെയൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ബോളിംഗ് ഏറ്റവും മോശം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള പിന്നെ 27 കോടിക്ക് മേടിച്ച കാമറോൺ ഗ്രീനിന്റെ കേസ്. കാമറോൺ ഗ്രീൻ ബോൾ ചെയ്യുന്നില്ല. അല്ല അനുമതി ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞു ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും കുറെ വിക്കറ്റ് ഒന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല.
പക്ഷെ അവർ പ്രതീക്ഷ അർപ്പിച്ച പ്ലെയേഴ്സ് തന്നെ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഗ്രീൻ്റെ അവസ്ഥയാണെങ്കിൽ അവരും ശരിക്കും കളിച്ചിട്ടില്ല. അതുപോലെ മുസ്തഫിസുർ റഹ്മാനാണെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ കേസസൊക്കെ വെച്ച് നോക്കുമ്പോൾ KKR പ്രതീക്ഷിച്ച ഒരു ടീം, പിന്നെ റസലിൻ്റെ അഭാവം എല്ലാം കൊണ്ടും ഷോക്ക് തന്നെയാണ് ടീം. ഫിനിഷറിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ റിങ്കു സിംഗും രമൺദീപുമാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ രമൺദീപിന്റെ നല്ലൊരു ഇന്നിങ്സ് സത്യം പറഞ്ഞാൽ അവർ കപ്പടിച്ച സീസൺ ഉണ്ടായിരുന്നു, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസൺ. ആ കപ്പടിച്ച സീസണിലാണ് രമൺദീപിന്റെ നല്ലൊരു ഇന്നിങ്സ് ഉണ്ട്. അതിനുശേഷം ഇതുവരെ നല്ലൊരു ഇന്നിങ്സ് രമൺദീപ് കളിച്ചിട്ടില്ല. രമൺദീപ് ഇപ്പോൾ സ്ക്വാഡിനൊപ്പം ഉണ്ട്. റിങ്കു സിംഗിന് മാത്രമാണ് ഫിനിഷർ. അപ്പോൾ സുനിൽ നാരായണനെ ഒരിക്കലും ലോവർ ഓർഡറിൽ ഇറങ്ങി വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. 1-2 സിക്സ് അടിക്കുമായിരിക്കും നല്ലതെ. അപ്പോൾ കോമ്പിനേഷൻ ആകെ മാറ്റി. ഇപ്പോൾ ഓപ്പണിംഗ് ആണ് സുനിൽ നാരായണൻ കണ്ടത്, അവിടെ ഇപ്പോൾ റഹാൻ ഇറങ്ങുന്നു. അപ്പോൾ അവരുടെ ടീമിന് മൊത്തം കോമ്പിനേഷൻ മാറി. അവരുടെ ബാറ്റിങ്ങിൻ്റെ ആ ഒരു താളമൊക്കെ പോയി. മിഡിൽ ഓർഡറിലൊന്നും അങ്ങനെ വലിയ കോൺട്രിബ്യൂഷൻ. രഘുവംശി കൂടി ഇല്ലെങ്കിൽ, രഘുവംശി ഒന്ന് ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ഡിമ്മാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഗ്രീൻ ഫോമിലല്ല. റഹാനയാണെങ്കിൽ പവർ പ്ലേ കഴിയുമ്പോൾ റഹാനയുടെ സ്ട്രൈക്ക് റേറ്റിൽ ഗ്രാജുവലി കുറയുന്നു, ടീമിൻ്റെ സ്കോറിംഗ് റേറ്റ് കുറയുന്നു. ഫിന്നാലിനുള്ളതുകൊണ്ട് ഫിന്നാലിൻ്റെ ഒരു ക്വിക്ക് ഫയർ ഇന്നിങ്സ് വരും, പക്ഷെ അതും അധികം നീളില്ല. സൈഫേർട്ടാണ് കുറച്ചൊരു ലോങ് ഇന്നിങ്സ് കളിക്കുന്ന ആള്. ഫിന്നാലിനെ എപ്പോഴും ഒരു ചെറിയ ഇന്നിങ്സുകളാണ് കളിക്കാറ് പൊതുവെ. അപ്പോൾ മൊത്തത്തിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും കൊൽക്കത്തയ്ക്ക് പ്രശ്നങ്ങളാണ്. ചെന്നൈയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ചെന്നൈയെക്കാളും കുറച്ചുകൂടി ശോക അവസ്ഥ കൊൽക്കത്തയ്ക്കാണ്. പക്ഷെ അവർക്ക് പോയിന്റ് കിട്ടി. കൊൽക്കത്തയ്ക്ക് ഫാൻസ് ഉണ്ട്, നമ്മളിങ്ങനെ പുറം കാണും നല്ല രീതിക്ക് ഫാൻസ് ഉണ്ട്. മുംബൈ RCB ചെന്നൈ എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഫൈറ്റ് ഇല്ലല്ലോ കേരള ബേസ് ചെയ്ത് വരുമ്പോ. ഇതുപോലെ പ്രാന്തമായ ഫാൻസ് ചിലപ്പോൾ കാണില്ല. ഇനിയിപ്പോ എന്നാ അങ്ങനെയാണെങ്കിൽ ഇപ്പോ സൺറൈസേഴ്സും KKR നമുക്ക് ഈ IPL സീസണിൽ ഒഴിവാക്കാൻ തോന്നുന്നു അല്ലേ? സൺറൈസേഴ്സിനെ അങ്ങനെ കംപ്ലീറ്റ്ലി എടുത്ത് കളയാനല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്ഭുതം. പക്ഷെ ഞാൻ അവരെ മാച്ച് കാണുമ്പോ അവർക്കൊരു പ്ലാൻ ഇല്ല. 2-3 പേര് ഔട്ടായാൽ ഇവര് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഒരാള് വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻ മറികടക്കുക, ഒന്ന് ബാലൻസ് കൊണ്ട് ഒരു ടീം പ്ലാൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വെറുതെ വന്ന് ബാറ്റ് ചെയ്യുക, എല്ലാവർക്കും അങ്ങനെ ആദ്യം ബോളിൽ തന്നെ സിക്സ് അടിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഒരു ടീം പ്ലാൻ ഭയങ്കര വീക്കാന്ന് തോന്നുന്നു. അല്ല, സൺറൈസേഴ്സ് സംബന്ധിച്ച് അവർക്ക് ബോളേഴ്സ് ഇല്ല, അവർക്ക് നല്ല ബോളേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം റൺസ് അവർ അടിക്കണം. ആ ബോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കൊൽക്കത്തയ്ക്കും ചെന്നൈക്കും സൺറൈസേഴ്സിനൊന്നും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ വീക്കാണ്. ഇപ്പോൾ സൺറൈസേഴ്സ് സംബന്ധിച്ച് ഹർഷൽ പട്ടേൽ, ഇഷാൻ മലിംഗ അങ്ങനെ വലിയ ബിഗ് നെയിംസ് ഒന്നും ഇല്ല. പിന്നെ കമിൻസ് വന്നാൽ പോലും കമിൻസ് ഈ സീസൺ കളിക്കുന്നില്ല. അപ്പൊ കമിൻസും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ക്വാളിറ്റി ബോളറുടെ അഭാവം ടീമിൽ നല്ല രീതിക്ക് ഉണ്ട്. അപ്പോ ഈ ബോളിംഗ് ലൈനെ പറ്റി അവരെവിടെ എത്തില്ല. പക്ഷെ ബാറ്റിങ്ങിലാണ് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാറ്റിങ്ങിൽ നല്ല റൺസ് അടിച്ച് ജയിക്കുക, അല്ലെങ്കിൽ ചേസിംഗിൽ ജയിക്കുക എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചെയ്യാനല്ലോ. അപ്പോൾ ഫ്രം ദ ഫസ്റ്റ് ബോൾ തൊട്ട് അടിക്കുക. ഇപ്പൊ നിതീഷ് കുമാർ റെഡ്ഡി ഫോമിലായിട്ടുണ്ട്, അതുപോലെ അനികേത് വർമ്മ, അങ്ങനത്തെ അവരുടെ ബാറ്റ്സ്മാൻമാരെല്ലാം അത്യാവശ്യം ഫോമിലായിട്ടുള്ളത് ചെറിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ വർഷം അതും ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ കണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോം ഗ്രൗണ്ടിൽ ആ ടീം അവർക്ക് എന്തായാലും ഒരു 7 സെറ്റ് ഓഫ് കളികൾ ഉണ്ടാവും ആ മെയിൻ സ്ഥലത്ത് തന്നെ, അവരുടെ തന്നെ ഹോം ഗ്രൗണ്ടിൽ. ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിലായിരിക്കും കളി ഉണ്ടാവുക. പക്ഷെ ആ 7 കളികളും ആ ടീംസ് ഭദ്രമാക്കാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ പ്ലേ ഓഫിലെത്തും. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥയല്ല. ഞാനിപ്പോൾ ചെന്നൈയുടെ കളികൾ നോക്കുമ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ സീസണിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് അവരുടെ തട്ടകയാണ്. ഇപ്പൊ ഇപ്പോൾ ആ ഒരു സ്റ്റേഡിയം പോലും അവർക്ക് കളിച്ചിട്ട് വലിയ കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. ഇപ്പോൾ അതുപോലെ തന്നെ RCB ഞാൻ നോക്കുമ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം ഒക്കെ അറപ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിം ഡേവിഡ് ഒക്കെ ഈ ചിന്നസ്വാമിക്ക് വേണ്ടി ഇറങ്ങിയ പോലെയാണ്. കാരണം അപ്പോൾ അവരൊക്കെ ആ ഒരു 7 മത്സരങ്ങളായാലും എന്തായാലും അവർ ക്ലിയർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ട് എല്ലാ സ്റ്റേഡിയത്തിലും. ഇപ്പോൾ മുംബൈ KKR കളിക്കുമ്പോഴും ആദ്യത്തെ കളി ഗാർഡൻസിലായിരുന്നു. അവിടെ പോലും അവർക്ക് ബോളിങ്ങിലും ഒന്നും നേടാൻ പറ്റിയില്ല. പറഞ്ഞു വരുമ്പോൾ ഈ സ്റ്റേഡിയത്തിലൊക്കെ ആയിരിക്കും ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുണ്ടാവും ഓരോരോ പ്ലെയേഴ്സിനൊക്കെ. പക്ഷെ അതുപോലും സ്ട്രാറ്റജി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടീമൊക്കെ വീക്കായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനിയിപ്പോ അരുണിന്റെ പോയിന്റ് ഓഫ് വ്യൂല് RCBക്ക് മുംബൈക്ക് ഈ കുറവ് മാറ്റിയാണ് ഇവര് ബെറ്റർ ആവും തോന്നുന്ന പോയിന്റ്. ഫസ്റ്റ് RCB ഓൾറെഡി ബെറ്റർ ആണ്. അതൊരു പോയിന്റ് ഓഫ് വ്യൂ. ചെന്നൈ ഇതുകൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്രാവശ്യം കൂടി കപ്പടിക്കാം. അല്ല, എനിക്ക് യഷ് ദയാലിന്റെ ഒരു അഭാവം തന്നെയാണ്. യഷ് ദയാല് ഭയങ്കര ക്വാളിറ്റി ബോളറാണ്. അദ്ദേഹത്തിന്റെ സ്ലോവർ ബോൾസ് ഒക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ യഷ് ദയാലിന്റെ ഒരു റീപ്ലേസ്മെന്റ് ചെറിയൊരു കൺസേൺ മാത്രമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ആയിട്ടുള്ള RCBയുടെ ബോളിംഗ് കൊണ്ട്. പക്ഷെ യഷ് ദയാലിന്റെ ഒരു റീപ്ലേസ്മെന്റ് കറക്റ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ 100% ഇപ്പോഴും സെറ്റാണ്. ഇനി വേറെ പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മുംബൈക്കും
ഇതുപോലെ എനിക്ക് തോന്നുന്നു ബോളേഴ്സ് ആണ് മെയിൻ പ്രശ്നം. ഷർദൂൽ ഠാക്കൂർ വിക്കറ്റ് ടേക്കിംഗ് ബോളറാ, പക്ഷെ നല്ല രീതിക്ക് റൺസ് കൺസീഡ് ചെയ്യും. അപ്പൊ ഷർദൂൽ ഠാക്കൂറിനെ ഒരു ടീമിൽ നിന്ന് മാറ്റി വേറൊരു ക്വാളിറ്റി ബോളറെ കൊണ്ടുവന്ന്, അതുപോലെ വിൽ ജാക്സൺ ടീമിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ടീം കുറച്ചുകൂടി ബാലൻസ്ഡ് ആകും, നല്ലൊരു ബാറ്റിംഗ് സ്ട്രെങ്ത്തും വരും. അത്യാവശ്യം എക്കണോമിക്കൽ അറിയുന്ന ഒരു ബോളറിനെ ഷർദൂൽ ഠാക്കൂറാണ്. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ 2 ഓവർ ഷർദൂൽ ഠാക്കൂറിനെ എറിയിപ്പിച്ചു. ബോൾട്ട് 1 ഓവറും ചഹർ 1 ഓവറും ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് 2 പേർക്ക് 22 വെച്ച് കിട്ടിയെങ്കിലും ഷർദൂൽ ഠാക്കൂറിന്റെ 2 ഓവറിലും 18 റൺസ് വെച്ച് കിട്ടി. അപ്പൊ ഷർദൂൽ ഠാക്കൂറിനെയാണ് കുറെ, ഇപ്പൊ ബുംറ വന്നൊരു എക്കണോമിക്കൽ ഓവർ എറിയുന്നെങ്കിൽ പോലും പിന്നെ ഷർദൂൽ ഠാക്കൂർ വരാറുണ്ട്. അദ്ദേഹത്തിന് അടിക്കാന്ന് ബാറ്റ്സ്മാൻമാർക്ക് അറിയാം. നമ്മൾ ഡൽഹിക്ക് എതിരെയുള്ള കളിയിലുണ്ട്, ബുംറയ്ക്കെതിരെ അടിക്കാത്ത സമീർ റിസ്വി ഇങ്ങനെ നോക്കി നിന്ന് ഷർദൂൽ ഠാക്കൂറിനെയാണ്. അപ്പൊ ആ ഒരു പ്ലെയറെ, അതാണ് ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ ഇവരെയൊക്കെ മാറ്റുമായിരിക്കും. രീതി അങ്ങനെയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ മുംബൈ ഫാൻസിന് RCB കൊടുക്കാനുള്ള ഈ ഇത് മാറ്റിയ ബെറ്റർ ആവും. അടുത്ത കളി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അടുത്ത RCB മുംബൈ ആണ്. RCBയിൽ ഇപ്പൊ കളിച്ചിരിക്കുന്ന എല്ലാ കളിയിലും 10 of 10 ആണ്. കാരണം അവര് ക്ലിയർ മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ കളിക്കുന്നത് അവർ കണ്ടേക്കുന്നത്. പിന്നെ മറ്റുള്ള സ്റ്റേഡിയത്തിൽ അവർ കളിച്ചിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇനി വരും മത്സരങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര പ്ലാനിങ് ഉണ്ട്, അന്യായ പ്ലാനിങ് ഉണ്ട്. അതായത് ദിനേശ് കാർത്തികനെ കോച്ചിങ് സ്റ്റാഫിലോട്ട് എടുത്ത അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവായിട്ട് തോന്നി. കാരണം ദിനേശ് കാർത്തികിന്റെ ഇൻപുട്ട് എനിക്ക് തോന്നുന്നു കുറെ പ്ലേയേഴ്സ്, ഇപ്പൊ ഫിൽ സാൾട്ട് അങ്ങനത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ ആ ടീമിലോട്ട് എത്തിച്ചത് തന്നെ ദിനേശ് കാർത്തികിന്റെ ഒരു ഇൻപുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ കോച്ചിങ് സ്റ്റാഫിലുള്ളപ്പോൾ തന്നെ അവർ കുറെ പ്ലേയേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ട് അങ്ങനെ ടീമിനായിട്ട് പ്ലേയേഴ്സിനെ, ഇപ്പോൾ ഒരുപാട് പ്ലേയേഴ്സിനെ, ഇപ്പോൾ ചെന്നൈക്കൊക്കെ പ്രശ്നം അതാണ്. സാക് ഫോക്സിനൊക്കെ എടുത്ത് എന്തിനാണെന്ന് പോലും അറിയില്ല, എന്നാലും ചുമ്മാ എടുത്ത് വെച്ചേക്കണാണ്. RCB നിലവില് ഞാൻ അരുണിന്റെ കേസ് തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ് ബോളേഴ്സിൽ യാഷ് ഡയാലിന് പകരം ഒരു പ്ലെയറിനോട് റീപ്ലേസ്മെന്റ് ആയിട്ട് പറഞ്ഞാൽ നല്ലത് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പിന്നെയും നല്ല സാധ്യതയുണ്ട്. ഇപ്പോഴും സാധ്യത ഇല്ല എന്നല്ല, ബട്ട് നല്ല സാധ്യതയുണ്ട് ഇപ്പോഴും. പക്ഷെ അവരുടെ ഇപ്പോഴും ടെസ്റ്റിങ് കഴിഞ്ഞിട്ടില്ല, കാരണം 3 മത്സരങ്ങളാണ് കഴിഞ്ഞേക്കുന്നത്. ഇനി അവരുടെ അപ്പുറം ഒരു ബാറ്റിംഗ് ലൈനപ്പ് വേറെ ഏതെങ്കിലും ടീമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. കാരണം ഇത്ര മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഷെഫേർഡ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കൃണാൽ പാണ്ഡ്യ ഉണ്ട്. കൃണാൽ പാണ്ഡ്യ ജിതേഷ് ശർമ്മയും ബാറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഇനിയും ഇറങ്ങാണ്ട്. നമ്മളൊക്കെ ഒരു കാലത്ത് കളിയാക്കിയിരുന്നു കളിക്കണ പ്ലേയേഴ്സ് RCBയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വൻ ഫ്ലോപ്പ് ആകുന്നുള്ളത്. പക്ഷേ ഇതിൽ ഓരോ പ്ലേയേഴ്സും ഞാൻ വെച്ച് നോക്കുമ്പോഴും അവർക്ക് ക്ലിയർ ഇൻറ്റൻറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രാമത്തെ ഓവറിൽ ഇത്ര വേണം. അതിലൊരു ഫ്ലോപ്പായ ഒരു ബാറ്റ്സ്മാനെ പോലും കാണാനില്ല. സ്റ്റിൽ അവർക്ക് നല്ലൊരു ബെഞ്ചുണ്ട്. ബെഞ്ചിൽ ആയിട്ട് ഇരിക്കണ കുറച്ച് 3 പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യം റീപ്ലേസ്മെന്റ് ഉണ്ട്, കൃത്യം പ്ലാനിങ് ഉണ്ട്. സോ എനിക്ക് ഇല്ല നന്നായിട്ട് കളിക്കണമെങ്കിൽ പിന്നെ നന്നായി കളിക്കണമെന്ന് പറയുന്നത്. ചെന്നൈക്ക് പറ്റിയൊരു കുറ്റം എന്ന് പറയുന്നത്, ഒരു കാലത്ത് അവരെ കളിയാക്കിയിരുന്നത് ഒക്കെ വയസ്സന്മാരുടെ പടാന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ന്യൂജൻ പിള്ളേരെ എല്ലാവരും കൊടുന്ന് ഇപ്പം എല്ലാവരും പറയുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ആയാലും ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ചെന്നൈയിൽ അടിയേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ധോണി പോയി എന്നുള്ളൊരു അഭാവം എനിക്ക് തോന്നുന്നില്ല അത് ഇതുമായിട്ട് ബന്ധം. ബട്ട് ബോളേഴ്സ് എക്കണോമിക്കലി ആകെ അടി കിട്ടണ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ജഡേജ ഒരു സ്പിന്നർ പോയതും അവർക്ക് ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ജഡേജ ഇമ്പാക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ് ചില കളികളിലൊക്കെ ജഡേജ സൈലൻ്റ് ആയിട്ട് ഇമ്പാക്റ്റൊക്കെ വരുത്തിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവരെ വിട്ട് കളഞ്ഞു. പിന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പണേഴ്സ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റും കൊണ്ടുവന്നില്ല. മിഡിൽ ഓർഡേഴ്സ് ആണെങ്കിൽ സർഫ്രാസ് ഖാൻ മാത്രമാണ് ഞാൻ ചെന്നൈയിൽ നന്നായിട്ട് കളിക്കുന്നത് കാണുന്നുള്ളത്. പിന്നെ ബ്രെവിസും ഇല്ല. അപ്പോൾ എല്ലാം കൊണ്ടും ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രശ്നം തന്നെയാണ്. കാരണം ഒരു ഇത്ര റൺ എടുത്താലും അത് ചേസ് ചെയ്യുമെന്ന് നമുക്ക് ടെൻഷൻ തന്നെയാണ്. ബോളിങ്ങും നമുക്ക് പ്രശ്നം തന്നെയാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രശ്നം തന്നെയാണ്. അത് ഒറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രശ്നം തന്നെയാണ്. സ്പിന്നേഴ്സ് പോലും നൂർ അഹമ്മദിന്റെ ഒക്കെ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. അഹമ്മദിനൊക്കെ പന്ത് സെന്ററിൽ കുത്തിയിട്ടാ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ചില സ്റ്റേഡിയങ്ങളൊക്കെ അവരുടെ തന്നെ ഒരു കുത്തകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേഡിയത്തിൽ അവരെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത്ര എന്താ പറയുക പെർസെന്റേജ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കിട്ടി, ഒക്കെ പോയി കിട്ടി. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. അപ്പൊ ഇപ്പത്തെ കണ്ടീഷൻ വെച്ച് നിങ്ങൾ ടോപ്പ് 4 കയറുന്ന ടീമുകളുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക.
അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വിട്ടുപോയ ഇതുവരെയുള്ള നടന്ന മത്സരങ്ങളിലുള്ള പോയിന്റ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതും പറയാം. നമ്മുടെ പരിപാടിയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും ഇടുക. അപ്പൊ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യുക. നമ്മളൊരു 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക്. അപ്പൊ താങ്ക് യു. ഇനി എന്തെങ്കിലും